ചക്ക വെട്ടാനും വേവിക്കാനൊക്കെ പൊതുവെ എല്ലാവർക്കും നല്ല മടിയല്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ചക്ക പോലും കളയാൻ പറ്റിയില്ലെങ്കിൽ അത്രയും ഞാൻ എടുക്കും കേട്ടോ. ഒന്നെങ്കിൽ ഞാൻ വേവിക്കൽ വളരെ കുറവാട്ടോ. കാരണം അതങ്ങനെ കഴിച്ച് തീർക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വേവിക്കാറില്ല. ഒന്നെങ്കിൽ ഞാൻ വറുത്ത് വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചക്ക പഴുത്തിട്ട് അത് അങ്ങനെ വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ 5, 6 മാസമൊക്കെ കഴിയുമ്പോഴാട്ടോ അത് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ ചക്കയില്ലാത്ത സമയത്തെ. ഇപ്പോൾ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഈ സമയത്ത് മാക്സിമം നമ്മളിങ്ങനെ വറക്കുകയാണ് ചെയ്യൽ. എന്നിട്ട് കാരണം ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ ചക്ക കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വേസ്റ്റ് ആയി പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അത് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുറേ ചക്ക ഒന്നിച്ച് മൂത്ത് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ വറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്ന സമയത്താട്ടോ നല്ല മഴക്കാറ് കയറി വന്നേ. അപ്പോൾ മഴക്കാറ് എല്ലാ ദിവസവും മഴയില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഓരോ മഴ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് പുറത്ത് പോയി കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കില്ലേ. കാണണം എന്നുണ്ടെങ്കിൽ പുറത്തോട്ടിറങ്ങണം. കാരണം നല്ല ഇടിയൊക്കെ ആണെങ്കിൽ നമുക്ക് മുറ്റത്തിറങ്ങുന്നത് കാണാൻ പറ്റിയല്ലോ. അപ്പോൾ ഇന്ന് വലിയ ഇടിയില്ലായിരുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മഴയൊക്കെ തൂളി തുടങ്ങി കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അൽഫോൻസാമ്മയുടെ പള്ളിയിലാണ്. ഭരണങ്ങാൻ തന്നെ കുറച്ച് ദൂരമുണ്ട്, പക്ഷേ ചുമ്മാ ഒരു ഡ്രൈവിംഗ് പോലെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ കൊച്ചിനെ പള്ളിയിലും വിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ 6 മണി വരെ കുർബാനയുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കുർബാനയ്ക്കൊക്കെ നേരത്തെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ച നല്ലൊരു ഓപ്ഷനാട്ടോ. 6 മണി വരെ അൽഫോൻസാമ്മയുടെ ചാപ്പലിൽ കുർബാനയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ കൊച്ചിനെ പള്ളിയിലും വിട്ടിട്ട് ഞങ്ങൾ വണ്ടിയെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയതാണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 6 മണിയുടെ കുർബാനയും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. പിന്നെ ചക്കയുടെ പുറകെ ഇരിക്കാൻ സമയമില്ല. പിന്നെ അതൊക്കെ ഒരുക്കി വെച്ചിട്ട് പിന്നെ ഇന്നാട്ടോ അത് വറുത്തെടുത്ത്. ഇന്ന് രാവിലെ അത് വറുത്തെടുത്ത് കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞ കളറാണ്. നമ്മൾ സാധാരണ ചിലരൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടൊക്കെ വറക്കാറുണ്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട പോലെ തന്നെ നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഈ ചക്കയുടെ കളറ് നല്ലപോലെ മൂത്തായിരുന്നേ. അപ്പോൾ 927 ഗ്രാമുള്ളൂ കേട്ടോ. ഒരു കിലോയിൽ ഒരു ചക്ക ഫുള്ളുണ്ട്, പക്ഷേ ഇത്രയേ ഉള്ളൂ കേട്ടോ.